എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ ലോസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾ 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. +1 വരുന്നത് ഈ 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം 9ാം ക്ലാസ് നല്ലവണ്ണം തറ വായിക്കണം. എങ്കിലുള്ള ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ +1 വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ലോണം പഠിച്ചു പോവുക, മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുകയാണ്, അത്യാവശ്യം വേണ്ട വേർഡുകളൊക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടായിരുന്നു പ്രവേഗം, ത്വരണം, അങ്ങനെയുള്ള വേർഡുകളുടെ അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ കൂടെ പഠിച്ചിരിക്കുക കേട്ടോ. വെലോസിറ്റി, ആക്സലേഷൻ എന്നുള്ള അങ്ങനെയുള്ള വാക്കുകൾ കൂടെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഹയർ സെക്കൻഡറിയിൽ വരുമ്പോൾ +1 വരുമ്പോൾ ടീച്ചേഴ്സ് പെട്ടെന്ന് പഠിച്ചു പോകും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇപ്പോൾ പഠിപ്പിച്ച് പോകുമ്പോൾ ഈ മലയാളം വേർഡുകളൊന്നും അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷ് വേർഡുകളും കൂടെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു പോകും കേട്ടോ. മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ, പ്രവേഗം, അങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പം ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് നിശ്ചലമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? എല്ലാത്തിനും ഓരോ വസ്തുവിനും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിശ്ചലമായിട്ട് നിൽക്കാൻ സാധിക്കില്ല. എല്ലാ വസ്തുക്കളും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ രീതിയിലെങ്കിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില തരത്തിലുള്ള വൈബ്രേഷൻ ഒക്കെ ആയിട്ടൊക്കെ അത് ചലിച്ചുകൊണ്ടിരിക്കാൻ നമുക്കറിയാം. അപ്പോൾ ഈ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും, അതായത് മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളത്, ചെറിയ രീതിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പം നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ചലനം എങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബലമേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ തന്നെ ചലനം എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ നിയമങ്ങൾ, ചലന നിയമങ്ങളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ഈ ഒരു പിക്ചർ നോക്കുക. ഈ ഒരു പിക്ചറിൽ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ഒരു കുട്ടി നടക്കുന്നുണ്ട്, ഒരു കുട്ടി നടക്കുന്നത് കാണാം. അതുപോലെ തന്നെ കാർ തള്ളുന്നുണ്ട്, ഒരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്ത് പിടിക്കുന്നുണ്ട്, ജാവലിൻ അല്ലെ എറിയുന്നുണ്ട്, തോണി തുഴയുന്നുണ്ട്, ബാറ്റ് അല്ലെ ക്രിക്കറ്റിന്റെ ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ബലം, ഒരു ഫോഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അല്ലെ? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്ന അതേ ദിശയിൽ തന്നെ ആയിരിക്കും അതിന് ചലനം ഉണ്ടാകുന്നത്. ഈ കുട്ടിയുടെ കാര്യം, പെൺകുട്ടിയുടെ കാര്യം നോക്കുക. പെൺകുട്ടി ഭൂമിയിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട് അല്ലെ, താഴേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ബലം കൊടുക്കുമ്പോൾ എന്താണ്, കുട്ടി നടന്ന് നീങ്ങുവാണ്. നടന്ന് നീങ്ങുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, ദിശ എങ്ങനെയാണ്? മുന്നോട്ടാണ് പോകുന്നത് അല്ലെ? ഈ കാർ നോക്കിയ കാർ നമ്മൾ തള്ളുവാണ്, ഇവിടെ തള്ളുവാണ്. അപ്പൊ തള്ളുന്ന ഡയറക്ഷൻ അതിന്റെ ദിശ ഈ ഒരു ദിശയിലേക്കാണ്. അപ്പൊ അതേ ദിശയിലേക്ക് തന്നെയാണ് കാറ് മൂവ് ചെയ്യുന്നത്. ഈ തോണി നോക്കിയാൽ തോണി തുഴയുന്നത് പുറകോട്ടാണ് തുഴയുന്നത്. മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പുറകോട്ട് തുഴയുന്നത്, മൂവ് ചെയ്യുന്നത് മുന്നോട്ടാണ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലും എന്താണ് നമ്മൾ ബലം അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ എങ്ങനെയാണ്, ഫോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബലം കൊടുക്കുന്ന അതേ ഡയറക്ഷനിലേക്ക് തന്നെ അവിടെ ചലനം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കാറിന്റെ കേസിൽ എങ്ങനെയാണ്, അതേ ഡയറക്ഷനിലേക്ക് തന്നെ ചലനം ഉണ്ടാകുന്നുണ്ട്. അത് ചില കേസുകളിൽ എങ്ങനെയാണ്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതിന്റെ അപ്പൊ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ അതേ ദിശയിൽ തന്നെ ആയിരിക്കില്ല ചലനം ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പിക്ചർ നോക്കുക. ഇതിൽ നമ്മൾ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഇത് ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ കാരണം എന്തെന്നും കൂടെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികളുടെയൊക്കെ റീസൺ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ ക്യാച്ച് ചെയ്യുന്നത്. ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കാണ് നിങ്ങളുടെ കൈ പുറകുവശത്തേക്ക് ചലിക്കുന്നുണ്ട്, പുറകുവശത്തേക്ക് ഒരു ബാക്കിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ അങ്ങനെയല്ലേ ക്യാച്ച് ചെയ്യുന്നത്? ബോൾ പിടിക്കാൻ നേരത്ത് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചോണ്ടാണ് ബോൾ ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് നിങ്ങൾ കൈ പുറകോട്ട് ഇങ്ങനെ ഒന്ന് വലിക്കുന്നുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വലിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമാണ് അങ്ങനെ വലിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ വലിക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിങ്ങനെ വലിക്കാൻ കാരണം എന്താണ്? നമ്മൾ ആ കൈ പന്ത് വരുന്ന ദിശയിലേക്ക് തന്നെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്നാൽ നമ്മുടെ കയ്യിലേക്ക് ബോൾ വീണ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നല്ലൊരു പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകാൻ, മുറിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ? ബോൾ വന്ന് വീണ് കഴിയുമ്പോൾ ശരിയല്ലേ? നമ്മൾ ഈ കൈ പുറകോട്ട് വലിക്കുമ്പോഴാണ് ആ ബോൾ നിശ്ചലമായ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ഇച്ചിരി സമയം എടുക്കുന്ന വഴി എന്നാണ് നമ്മുടെ കൈകളിലേക്ക് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ എഫക്റ്റ്, ആ ഹെവി ഫോഴ്സിലായിരിക്കില്ല വരുന്നത്. അപ്പൊ ആ എഫക്റ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്.
മനസ്സിലല്ല. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കൈ പുറകോട്ട് വലിക്കുവാണ്. അപ്പൊ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലോസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ, നിയമങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം ഇതിന്റെ ആൻസർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചെറിയ രീതിയിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. നോക്കുക, ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈൽ ക്യാച്ചിങ് ദ ബോൾ വൈ ഡിഡ് ദ ചൈൽഡ് മൂവ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ്സ് അലോങ് വിത്ത് ദ ബോൾ? പന്ത് പിടിച്ചപ്പോൾ കുട്ടി പന്തിനൊപ്പം കൈകൂടി പുറകോട്ട് ചലിപ്പിച്ച് എന്തിനായിരിക്കും? മനസ്സിലായില്ല, എന്തിനാണ് പുറകോട്ട് ചലിപ്പിക്കുന്നത്? പുറകോട്ട് ചലിപ്പിക്കുന്നതാണ് കൂടുതൽ സമയം ഇല്ലേ, പന്തിനെ നിശ്ചലമാക്കാൻ വേണ്ടി അവിടെ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പന്തിനെ നിശ്ചലമാക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈക്ക് അനുഭവപ്പെടുന്ന വേദന എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പതിയെ കൈ ചലിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? എ ക്രിക്കറ്റർ മൂവ്സ് ഹിസ് ഹാൻഡ്സ് backward during catch so as to take a longer time to stop the ball. This reduces the chances of injury. മനസ്സിലായല്ലോ. പന്തിനെ നിശ്ചലമാക്കാൻ കൂടുതൽ സമയം എടുക്കാനും അതുവഴി കൈക്ക് അനുഭവപ്പെടുന്ന വേദന കുറയ്ക്കാനും അല്ലേ, അതിനുവേണ്ടിയാണ് നമ്മൾ കൈ പുറകോട്ട് ചലിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ, റീസൺ മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ഇനി ചെയ്യാൻ നേരത്തെ ഓർത്താണ് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ കൈ പുറകോട്ട് ചലിക്കുന്നത്. ഇപ്പോൾ കൈ മുകളിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ആ എഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കൈക്ക് നല്ലോണം പെയിൻ നമുക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഇതാ ഇവിടെ നോക്കുക, അടുത്തൊരു പിക്ചർ നോക്കുക. നിങ്ങളിത് ഇതും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വടം വലിക്കുന്നില്ലേ, വടം വലി നിങ്ങൾ കണ്ടുള്ള റോപ്പ് വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് വടം വലിക്കുന്നത് കണ്ടുള്ള. ഈ പിക്ചർ നോക്കിയേ, ഈ വടം വലിയിൽ ആരാണ് ജയിച്ചിരിക്കുന്നത്? നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അല്ലെ, ആരാണ് ജയിച്ചിരിക്കുന്നത്? ഈ ടീമാണ്, അതായത് ഗേൾസിന്റെ ടീമാണല്ലേ, ഇവരാണ് ജയിച്ചിരിക്കുന്നത്. ഇവര് ബോയ്സിന്റെ ടീം അവിടെ തോറ്റിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം രണ്ട് ടീമുകളും നമുക്കറിയാം, ഇവിടെ രണ്ട് ടീമുകളും ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. അവിടെ കൂടുതൽ ബലം പ്രയോഗിച്ച ആരാണ്? ഗേൾസിന്റെ ടീമാണ്. കൂടുതൽ ബലം പ്രയോഗിച്ച് ഗേൾസിന്റെ ടീമാണ്. അതുകൊണ്ടാണ് അവര് ജയിക്കാൻ കാരണം. മനസ്സിലായല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അല്ലെ, നമുക്കറിയാം രണ്ടുപേരും ഫോഴ്സ് അവിടെ ബലം കൊടുക്കുന്നുണ്ട് ഇല്ലേ. കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? ഗേൾസ് ആണ്. ഗേൾസ് ആണ് ജയിച്ചത്, ഗേൾസിന്റെ ടീമാണ് ജയിച്ചത്, അവരാണ് കൂടുതൽ ഫോഴ്സ് കൊടുത്തത് ഇല്ലേ. അപ്പം ഈ കൂടുതൽ ഫോഴ്സ് കൊടുത്തോണ്ടാണല്ലോ അവിടെ ആ റോപ്പിന് അല്ലെങ്കിൽ വടത്തിന് മൂവ്മെന്റ് ഉണ്ട്. വടം ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഫോഴ്സ് ഇവർ കൊടുത്തോണ്ടാണ് ആ വടത്തിനവിടെ ചലനം ഉണ്ടായത് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ ഒരു F1 ഫോഴ്സ്, ഗേൾസ് കൊടുത്ത ഫോഴ്സ് F1 ആണ്. ആ F1 ഫോഴ്സ് കൊടുത്ത ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്കാണ്. മനസ്സിലായല്ലോ. F2 ഫോഴ്സ് ബോയ്സ് കൊടുത്ത ഫോഴ്സ് ആണ്, അതെങ്ങനെയാണ്? റൈറ്റിലേക്കാണ്. മനസ്സിലായല്ലോ. അപ്പം F1 ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഗേൾസ് കൊടുത്ത ഫോഴ്സ് ആണ്. F2 എന്ന് വെച്ചാൽ ബോയ്സ് കൊടുത്ത ഫോഴ്സ്. അതെങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ് കേട്ടോ, ഓപ്പോസിറ്റ്. അപ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതിന്റെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കണം മറ്റേ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ രണ്ട് ഫോഴ്സിന്റെയും എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, പരിണത ഫലം എന്നൊക്കെ പറയാം. ഇപ്പം F1 ഒരു ഫോഴ്സ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? F1 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ആകെ തുകയാണ് ഇവിടെ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് അല്ലെ. ഇവർ രണ്ടുപേരും വലിക്കുന്നുണ്ട്, അതിന്റെ രണ്ടിന്റെ ഫലമായിട്ടുള്ള ആകെ തുകയായിട്ട് ഇവിടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ആ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവർക്കാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്, അവർ ജയിച്ചു ഇല്ല. കാരണം അവരാണ്, ഗേൾസിന്റെ ടീമാണ് കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ബലം അവിടെ കൊടുത്തത് അല്ലേ. അപ്പൊ F1 ഫോഴ്സും ഉണ്ട്, F2 ഫോഴ്സും ഉണ്ട്. ഈ F1 ഫോഴ്സിന്റെ F2 ഫോഴ്സിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ഫലം എന്ന് പറയുന്നത് പരിണത ബലം കേട്ടോ, പരിണത ബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് കേട്ടോ. ആ റിസൾട്ടന്റ് ഫോഴ്സ് കാരണമാണ് ഈ ഗേൾസ് അവിടെ ജയിക്കാൻ കാരണം. മനസ്സിലാവും. അപ്പൊ നമ്മളെപ്പോഴും ഫോഴ്സ് എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള പോസിറ്റീവായിട്ട്, മറ്റേത് നമ്മൾ നെഗറ്റീവായിട്ട് വേണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവായിട്ട് വേണം. അതിന് കാരണം എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റി ആണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ, ഒരു സദിശ അളവല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഒരു സദിശ അളവാണ്. അതുകൊണ്ട് തന്നെയാണ് ഡയറക്ഷൻ, ദിശ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, അതിന് ആൻസർ നോക്കാം. എന്താ നോക്കാം. റോ മൂവ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ഈവൻ ദോ ബോത്ത് ടീംസ് ആർ അപ്ലൈയിങ് ഫോഴ്സ്. രണ്ട് ടീംസും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എങ്ങനെയാണ്? വടം ഒരു ദിശയിൽ മാത്രം ചലിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണം? കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്കല്ലേ വടം നീങ്ങത്തുള്ളൂ. അതായത് ബിക്കോസ് മോർ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദാറ്റ് ഡയറക്ഷൻ. അതായത് ഏത് ഡയറക്ഷനിലേക്കാണോ റോപ്പ് നീങ്ങിയത് ആ ഡയറക്ഷനിലേക്കാണ് കൂടുതൽ ഫോഴ്സ് നമ്മൾ അല്ലെങ്കിൽ ബലം കൊടുത്തത് അല്ലെ. ഒരു ദിശയിൽ മാത്രം ചലിക്കാൻ കാരണം ആ ദിശയിൽ കൂടുതൽ ബലം പ്രയോഗിച്ചത് കൊണ്ടാണ് അല്ലെ. മനസ്സിലായല്ലോ പറഞ്ഞപ്പോ. ഒരു ദിശയിൽ ചലിക്കാൻ കാരണം എന്താണ്? ആ ദിശയിലാണ് കൂടുതൽ ബലം പ്രയോഗിച്ചത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഈസ് എ ഫോഴ്സ് അപ്ലൈഡ് ബൈ ബോത്ത് ടീംസ് ദ സെയിം? ഇവിടെ ഇരു ടീമുകളും പ്രയോഗിച്ച ബലം തുല്യമാണോ?
തുല്യമാണോ ഇരു ടീമുകളും പ്രയോഗിച്ച ബലം? അല്ലല്ലോ, നോ. അപ്പൊ രണ്ട് ടീമുകളും ഇവിടെ പ്രയോഗിച്ച് വ്യത്യസ്തമായിട്ടുള്ള ബലമാണ്. വിച്ച് ടീം അപ്ലൈഡ് മോർ ഫോഴ്സ്? ഏത് ടീമാണ് കൂടുതൽ ബലം പ്രയോഗിച്ചത്? ഏത് ടീമാണ്? വിന്നിംഗ് ടീം ഇല്ലേ, വിജയിച്ച ടീം ഇല്ലേ, വിന്നിംഗ് ടീം എന്ന് പറയാം, അല്ലെങ്കിൽ വിജയിച്ച ടീം. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗേൾസിന്റെ ടീം എന്ന് പറയാം അല്ലെ. കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ കൂടുതൽ ബലം പ്രയോഗിച്ച് വിജയിച്ച ടീമാണ്. വിജയിച്ച ടീം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ടീം, ഗേൾസിന്റെ ടീമാണ്. വിജയിച്ച ഏത് ടീമാണോ, ഇപ്പം ഇവിടെ ഗേൾസിനും ബോയ്സിനും കൊടുത്തിട്ടുള്ളൂ. അപ്പം കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ഏത് ടീമാണ്? വിജയിച്ച ടീം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിന്നിംഗ് ടീം അല്ലെങ്കിൽ വിജയിച്ച ടീം എന്ന് പറയുന്നത് കേട്ടോ. ഇനി വാസന്റ് ഇറ്റ് ദ എക്സസ് ഫോഴ്സ് ദാറ്റ് കോസ്ഡ് ദ മോഷൻ? കൂടുതലായി അനുഭവപ്പെട്ട ബലമല്ല ചലനം ഉണ്ടാക്കിയത്, ശരിയല്ലേ? ചലനം ഉണ്ടാകാൻ കാരണം എന്താണ്? കൂടുതലായിട്ടൊരു ബലം അവിടെ കൊടുത്തു ഇല്ലേ, കൂടുതലായിട്ടൊരു ബലം കൊടുത്തുകൊണ്ടാണല്ലോ അവിടെ ചലനം ഉണ്ടാകാൻ കാരണം ഇല്ലേ. രണ്ട് ടീമുകളും കൊടുത്ത് ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെ ചലനം ഉണ്ടാവുമോ? ഇല്ല ഇല്ലേ. അപ്പം കൂടുതലായിട്ടൊരു ബലം പ്രയോഗിച്ചത് കൊണ്ടാണ് അവിടെ ചലനം ഉണ്ടായത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ നോക്കട്ടെ, F1 ഫോഴ്സ് കൊടുത്തു, F1 ഫോഴ്സ് വിന്നിംഗ് ടീം, ഇങ്ങോട്ട് നമ്മൾ F1 ഫോഴ്സ് കൊടുത്തു, F2 ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുത്തു. ഇത് രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം കൊടുക്കണ്ടേ. നമ്മൾ ആദ്യമേ തീരുമാനിക്കുക ഏത് ഫോഴ്സ് ആണ് ഏത് ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നതെന്നുള്ളൂ. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം മറ്റേ ഫോഴ്സ് കൊടുക്കേണ്ടത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ദി എഫക്റ്റീവ് ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വിന്നിംഗ് ടീം. അങ്ങനെ ആവുകയാണെങ്കിൽ പരിണത ബലം കേട്ടോ, അങ്ങനെയാണെങ്കിൽ പരിണത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിന്നിംഗ് ടീം, വിജയിച്ച ടീമിന്റെ വശത്തോട്ടായിരിക്കുമല്ലോ, ശരിയല്ലേ? അപ്പം ബലം സദിശമായതിനാൽ നിശ്ചിത ദിശയിലുള്ള ബലം പോസിറ്റീവ് എന്ന് പരിഗണിച്ചാൽ വിപരീത ദിശയിലുള്ള ബലം നെഗറ്റീവ് ആയിരിക്കും. പറഞ്ഞല്ലോ, ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ളത് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കും അവിടെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ന് നോക്കുക, when more than one force is applied on an object at the same time, the sum of the forces acting on the object will be the effective force or resultant force. അതായത് ഒരു വസ്തു, ഇവിടുത്തെ വസ്തു റോപ്പാണ്, ഈ റോപ്പിന്മേൽ ഒന്നിലധികം ഫോഴ്സ് കൊടുക്കുമല്ലേ, ഒന്നിലധികം ഫോഴ്സ് ഒരേ സമയത്ത് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ വസ്തുവിന്മേൽ എന്തായാലും ഒരു ആകെ ബലം ഉണ്ടായി അല്ലെ, ആകെ ബലം ഉണ്ടായി. ആ ആകെ ബലത്തെ നമ്മൾ പറയുന്ന പേരാണ് സഫല ബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയും. സഫല ബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയും കേട്ടോ. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലം അല്ലെ, അപ്പൊ അതാണ് അവിടുത്തെ പരിണത ബലം അല്ലെങ്കിൽ സഫല ബലം എന്ന് പറയുന്നത്. അവിടെ ഓർക്കണം, ഡയറക്ഷൻ, ദിശ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു സദിശ അളവായതുകൊണ്ട് തന്നെ അവിടെ ദിശ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കണം അടുത്ത് എടുക്കണം. അപ്പം ഒരു ഡയറക്ഷനിലേക്കുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേ ഡയറക്ഷനിലേക്കുള്ള എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആയല്ലോ? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം. ഈ റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്താണ്, നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. ഒരുപാട് കേസിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ളത്. അപ്പൊ അതിന്റെ മലയാളം പരിണത ബലമാണ്. പരിണത ബലം എന്ന് പറഞ്ഞാൽ ഓർത്തോണം റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമ്മാണ്, ആകെ തുകയാണ്. റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തിനും കൂടെ തുകയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം അല്ലെങ്കിൽ സഫല ബലം. അപ്പൊ അങ്ങനെയുള്ള ആ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലത്തിന്റെ നമുക്ക് വാല്യൂ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കാം. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് 100 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ആൻഡ് 150 Newton ഫോഴ്സ് ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ? ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിച്ചാൽ പരിണത ബലം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ്, ഇങ്ങനെ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് കിഴക്ക് ദിശയിൽ ഒരു 100 ന്യൂട്ടണോ അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ എടുക്കുകയാണ്. അപ്പൊ സപ്പോസ് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ, ഇങ്ങോട്ടൊരു 100 ന്യൂട്ടണും അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ഇങ്ങോട്ടൊരു 150 ന്യൂട്ടൺ പ്രയോഗിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പരിണത ബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ടുള്ളതിനെ ഇത് ഈസ്റ്റും ഇത് വെസ്റ്റും ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഈസ്റ്റിലേക്കുള്ളതിനെ ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ്, ഇതിനെ ഞാൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെ, റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? പരിണത ബലം കേട്ടോ. പരിണത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എഴുതാൻ സാധിക്കും? ഞാൻ ക്യാപിറ്റൽ F1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ടുള്ളതിനെ ഞാൻ F1 എന്ന് എടുക്കാം, ഇങ്ങോട്ടുള്ളതിനെ F2 എന്ന് എടുക്കാം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? F1 പ്ലസ് F2 ആണ് അല്ലെ. അപ്പം F1 എന്ന് വെച്ചാൽ 100 ആണ്, പ്ലസ്
F2 എന്ന് വെച്ചാൽ എത്രയാണ്? -150 ഇല്ലേ? -150 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 -150 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? -50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. -50 ന്യൂട്ടൺ ഫോഴ്സ് പരിണത ബലം എന്ന് പറഞ്ഞു. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അത് ഏത് ദിശയിലേക്കാണ് അത് വരുന്നത്? വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. അപ്പൊ 50 ന്യൂട്ടൺ ഫോഴ്സ് അല്ലെ? 50 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ് വരുന്നത്? പടിഞ്ഞാറ് ദിശയിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെ? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം എങ്ങനെയാണ്? 50 ന്യൂട്ടൺ. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 50 ന്യൂട്ടൺ. റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 50 ന്യൂട്ടൺ ടുവാർഡ്സ് ഇല്ലേ? ടുവാർഡ്സ് എങ്ങനെയാണ്? വെസ്റ്റിലേക്ക് ഇല്ലേ? പടിഞ്ഞാറോട്ട് അല്ലെ? നമുക്ക് ഇങ്ങനെ പറയാം. അപ്പം പരിണത ബലം എങ്ങനെയാണ്? പടിഞ്ഞാറോട്ട് 50 ന്യൂട്ടൺ പരിണത ബലമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് പറയാം കേട്ടോ. എഴുതുക കേട്ടോ. പടിഞ്ഞാറോട്ട് 50 ന്യൂട്ടൺ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ 50 ന്യൂട്ടൺ പരിണത ബലമാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ആൻസർ എഴുതാം. അങ്ങനെ എഴുതുക കേട്ടോ. പടിഞ്ഞാറ് ദിശയിൽ 50 ന്യൂട്ടൺ പരിണത ബലമാണ് ഇവിടെ ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ മൈനസ് സൈൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഡയറക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, ബലത്തിന് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട്, ദിശ ഉള്ളതുകൊണ്ട് മൈനസ് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ആണ് കേട്ടോ. ഏത് ഡയറക്ഷനിലേക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കുക, അടുത്തൊരു കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, 6 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന, ബലം അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ, ഒരു 150 ന്യൂട്ടൺ ഫോഴ്സ് വലത്തേക്കാണ് കൊടുക്കുന്നത്, വലത്തേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? ഇടത്തേക്ക് ഫോഴ്സ് ഒന്നും ഇല്ല. ഇവിടെ നോക്കിയാൽ 150 ന്യൂട്ടൺ ഫോഴ്സ് വലത്തേക്കും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ 150 ന്യൂട്ടൺ ഫോഴ്സ് ഇടത്തേക്കും കൊടുക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ കേസിൽ എങ്ങനെ? 150 ന്യൂട്ടൺ ഫോഴ്സ് വലത്തേക്ക് കൊടുക്കുന്നുണ്ട്, 120 ന്യൂട്ടൺ ആണ് ഇത്, 120 ന്യൂട്ടൺ ഫോഴ്സ് ബലം ഇടത്തേക്കും കൊടുക്കുന്നുണ്ട്. നാലാമത്തെ പിക്ചറിലെ വലത്തോട്ട് ഫോഴ്സ് വല്ലതും ഉണ്ടോ? വലത്തോട്ട് ബലം ഒന്നും കൊടുക്കുന്നില്ല. ഇടത്തേക്ക് 300 ന്യൂട്ടൺ വലിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ 300 ന്യൂട്ടൺ ബലം അവിടെ എടുക്കുന്നുണ്ട്. അഞ്ചാമത്തെ കേസിലും എങ്ങനെയാണ്? ഈ ഒരു 200 ന്യൂട്ടൺ ബലം ഇടത്തേക്ക്. ആറാമത്തെ കേസിൽ വരുന്നത് 200 ന്യൂട്ടൺ ഇടത്തേക്കും 200 ന്യൂട്ടൺ വലത്തേക്കുമാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലല്ല ഈ ചിത്രം? ക്ലിയർ ആയല്ലോ? ഈ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നോക്കുക, ഇവിടുത്തെ നോക്കുക, ഇവിടെ വലത്തേക്കുള്ളതിനെ F1 ഫോഴ്സ് ആയിട്ട് എടുക്കും. വലത്തേക്കുള്ള F1 ഫോഴ്സ് ആയിട്ട് എടുക്കണം, അത് പോസിറ്റീവ് ആണ് കേട്ടോ. അതുപോലെ ഇടത്തേക്കുള്ള ഫോഴ്സിന് നമ്മൾ F2 ആയിട്ടും ഇടത്തേക്കുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ ഫിഗറിൽ നോക്കിയേ, ആദ്യത്തെ ഫിഗറിൽ എങ്ങനെയാണ്? F1 എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? F1 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം F1ന്റെ വാല്യൂ എത്രയാണ്? 150. അത് പോസിറ്റീവ് വാല്യൂ ആണ്, ഞാൻ ഇടുന്നില്ല, 150 തന്നെ, 150 ആണ്. ഇനി F2 ഫോഴ്സ് എങ്ങനെയാണ്? ആദ്യ ഫിഗറിൽ F2 ഫോഴ്സ് ഉണ്ട്, ഇടത്തേക്ക് ഫോഴ്സ് ഉണ്ടോ? ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ടോ? ഇല്ല, അങ്ങോട്ട് ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ്? 0 ആണ്. then അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് പരിണത ബലം എത്രയായിട്ട് വരും? എങ്ങനെയാണ് പരിണത ബലം? രണ്ടും കൂടെ ആഡ് ചെയ്യുക, കൂട്ടുക അല്ലേ? അപ്പൊ എത്ര വരും? 150 തന്നെ, 150 തന്നെയാണ്, +150 തന്നെ അല്ലെ? +150 തന്നെ വരും. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഏത് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങോട്ടാണ്, വലത്തേക്ക് തന്നെ അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എഴുതാം വലത്തേക്ക് എന്ന് എഴുതാം. ഞാൻ ഈ ആരോ ഇട്ടിരിക്കുന്ന റൈറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി എഴുതണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക, റൈറ്റ് എന്ന് എഴുതുക, അല്ലെങ്കിൽ വലത്തോട്ട് കേട്ടോ, വലത്തോട്ട് എഴുതുക കേട്ടോ, വലത്തോട്ട് ആ രീതിയിൽ എഴുതുക. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിയാൽ രണ്ടാമത്തെ ഫിഗർ 150 ന്യൂട്ടൺ ഇങ്ങോട്ടും ഉണ്ട്, 150 ന്യൂട്ടൺ ഇടത്തേക്കും ഉണ്ട്, വലത്തോട്ടും ഉണ്ട് ഇടത്തേക്കും ഉണ്ട് അല്ലേ? അപ്പം നോക്കി, ഇടത്തേക്കുള്ള നെഗറ്റീവ് ആയിട്ട് എടുത്ത് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിട്ടും വന്നു. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ കേസ് നോക്കി, ഇവിടെ നോക്കുക, ഇവിടെ 150 ആണ് കേട്ടോ, 150 ന്യൂട്ടൺ വലത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ 150 ന്യൂട്ടൺ നമ്മൾ F1 ഫോഴ്സ് വലത്തേക്കുള്ളതാണ് 150. ഇടത്തേക്ക് ഇവിടെ കൊടുക്കുന്നത് 120 ആണ് കേട്ടോ, 120 ആണ് കൊടുക്കുന്നത്. അത് ഇടത്തേക്ക് ആയതുകൊണ്ട് മൈനസ് വരും ഇല്ലേ? അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 150 മൈനസ് അല്ലെ, +-120 എന്ന് വരും. അപ്പൊ എത്ര വരും? +30 എന്ന് വരും, +30. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? 150 റൈറ്റിലേക്കല്ലേ, വലത്തേക്കല്ലേ ആക്ട് ചെയ്യുന്നത്? 120 ഇടത്തേക്കല്ലേ ആക്ട് ചെയ്തുള്ളൂ. അപ്പൊ പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നത്, അത് വലത്തേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. റൈറ്റ് എന്ന് എഴുതുക കേട്ടോ, റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, വലത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത് എഴുതുക. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ കേസ് നോക്കുക. നാലാമത്തെ കേസിൽ F1 ഫോഴ്സ് വലത്തോട്ടാണ് അല്ലെ? വലത്തോട്ടാണ്. വലത്തോട്ട് ഫോഴ്സ് ഉണ്ടോ? ഇല്ല, വലത്തോട്ടുള്ള ഫോഴ്സ് 0 ആണ്. ഇടത്തേക്ക് ഫോഴ്സ് ഉണ്ട്, 300 ആണ്. അതെങ്ങനെ ഇടത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ F2 നെഗറ്റീവ് ആയിട്ട് എടുത്തു, 300. റിസൾട്ട് എന്ന് പറയുമ്പോൾ -300. ക്ലിയർ ആയല്ലോ? അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇടതുവശത്തേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇടത്തേക്ക്. അപ്പൊ നമുക്ക് എഴുതാം ലെഫ്റ്റ് എന്ന് എഴുതാം അല്ലെ? ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തോട്ട് എന്ന് എഴുതാം.
ഇടത്തോട്ട്. മനസ്സിലായല്ലോ? ദെൻ അഞ്ചാമത്തെ കേസ് നോക്കി. അഞ്ചാമത്തെ കേസിൽ എങ്ങനെ F1 ഫോഴ്സ് റൈറ്റിലേക്ക് ഉണ്ടോ? ഇല്ല, F1 ഫോഴ്സ് ഇല്ല. അപ്പൊ അവിടെ 0 എന്ന് എഴുതാം. F2 ആണുള്ളത്, ലെഫ്റ്റിലേക്കാണ്. അതിപ്പോ -200 എന്ന് നമുക്ക് എഴുതാം. -200 എന്ന് എഴുതി. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ -200 തന്നെയാണ്. അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു? അത് എങ്ങനെയാണ്? ലെഫ്റ്റിലേക്ക് തന്നെ ആക്ട് ചെയ്യുന്നു. ഇല്ല, ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അത് ഇടത്തോട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ആറാമത്തെ കേസ് നോക്കി. 200 ന്യൂട്ടൺ ആണ്. ഇത് 200 ന്യൂട്ടൺ ആണ്, ഇതും 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ ഇങ്ങോട്ടും 200 ന്യൂട്ടൺ ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നു. അതായത് ഇടത്തേക്കും വലത്തോട്ടും സെയിം ഫോഴ്സ്, സെയിം ബലമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. F1 ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 200 ആണല്ലേ? F1 ഫോഴ്സ് 200 ആണ്. F2 എന്ന് പറഞ്ഞാൽ 200 ആണ്. ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് കൊടുത്തു, 0 കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കി, ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും 0 ആവുന്ന രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഇല്ലേ? രണ്ടാമത്തെയും ആറാമത്തെയും സിറ്റുവേഷൻ അവിടെ 0 ആവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം രണ്ടാമത്തെ ആറാമത്തെയും സിറ്റുവേഷൻ 0 ആവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതല്ലേ? ഈ കേസിലും ഈ കേസിലും അവിടെ എന്താണ് സംഭവിക്കുന്നത്? 0 ആവുന്നുണ്ട് അല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം 0 ആവുമ്പോൾ ആ വസ്തുവിനവിടെ ചലനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ വസ്തുവിന് അവിടെ ചലനം സംഭവിക്കുന്നില്ല. പരിണത ബലം റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകുമ്പോൾ വസ്തുവിന് അവിടെ ചലനം സംഭവിക്കുന്നില്ല. ബാക്കി കേസിൽ എങ്ങനെയാണ്? വലത്തോട്ടും ഇടത്തോട്ടും മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ശരിയല്ലേ? ബാക്കി കേസിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം, സഫല ബലം 0 അല്ലാത്ത കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ട്? വസ്തു ഇടത്തേക്കോ അല്ലെങ്കിൽ വലത്തോട്ടോ മൂവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയ സിറ്റുവേഷൻസ് ഉണ്ട്, റിസൾട്ടന്റ് ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? പരിണത ബലം പോസിറ്റീവ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള 0 ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നോക്കാം. ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ് ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 0? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പരിണത ബലം 0 ആവുന്നത്? ഏതൊക്കെ സന്ദർഭങ്ങളാണ്? ഇത് നോക്കുക, 0 ഇവിടെ ആയിട്ട് രണ്ടാമത്തെ കേസിലും അതുപോലെ തന്നെ ആറാമത്തെ കേസിലും അല്ലേ? രണ്ടാമത്തെ കേസിലും ആറാമത്തെ കേസിലും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? 0 ആവുന്നുണ്ട് പരിണത ബലം. ഇനി അടുത്ത്, വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് നോട്ട് 0? 0 അല്ലാത്ത, അതായത് പരിണത ബലം 0 അല്ലാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഉണ്ട് ഇല്ല? ഒന്നാമത്തെ ഉണ്ട്, പിന്നെ ഏതാണ്? മൂന്നാമത്തെ ഉണ്ട്, നാലാമത്തെ ഉണ്ട്, പിന്നെ ഏതാണ്? അഞ്ചാമത്തെ ഉണ്ട് ഇല്ല? അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം 0 അല്ല, പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇനി വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വേർ ദർ ഈസ് നോ മോഷൻ? അവിടെ ചലനമില്ലാത്ത അവസ്ഥ. ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ചലനമില്ല. റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവുകയെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചലനമില്ല. അതായത് 2, 6 സിറ്റുവേഷനിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മോഷൻ ഇല്ല, അതായത് ചലനം ഉണ്ടാകുന്നില്ല. അതാണ് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകുക അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ചലനമില്ല അല്ലെ? മോഷൻ, നോ മോഷൻ നമുക്ക് പറയാം അല്ലെ? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ചലിക്കുന്നുണ്ടോ? ഇല്ല, ചലനമില്ല ഇല്ലേ? മറ്റ് രണ്ട് കേസിലും ചലനം ഉണ്ടാകുന്നുണ്ട്. ഒന്നെങ്ങനെയാണ്? ഓരോരോ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ്, ഓരോ ദിശയിലേക്കാണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏത് ദിശയിലാണ്, ഏത് ദിശയാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്, ഏത് ദിശയാണ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്, അതനുസരിച്ചിരിക്കും പോസിറ്റീവ് നെഗറ്റീവ്. അപ്പം പരിണിത ബലം 0 ആവുകയാണെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം പരിണിത ബലം 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓർത്തോളാം. പരിണത ബലം 0 ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദർ ഇസ് നോ മോഷൻ അല്ലെ? ചലനം അവിടെ ഇല്ല, ചലനമില്ല. ചലനമില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് സെയിം ഫോഴ്സ്, ഇങ്ങോട്ട് സെയിം ഫോഴ്സും കൊടുത്തു. അതായത് നമ്മൾ ഈ കണ്ട ചിത്രം തന്നെ നോക്കി വെച്ചാൽ മതി. നമ്മൾ മുമ്പേ കണ്ട ചിത്രം നോക്കിയാൽ ഇത് കണ്ടില്ലേ? ഈ ഒരു സാഹചര്യം രണ്ടാമത്തെ കേസിൽ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുക. ഇവിടെ എന്താണ്? ഒരേ ഫോഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? എന്തിന് ചലനം സംഭവിക്കുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ ഒരു പേര് പറയും, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം എന്ന് പറയും കേട്ടോ. സന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം എന്ന് പറയും. മനസ്സിലായല്ലോ? ചലനമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഒരേ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ അവിടെ ചലനമില്ല. അപ്പൊ അങ്ങനെയുള്ള ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി അല്ലാത്ത കേസിൽ എന്താണ് സംഭവിച്ചത്? ചലനത്തെ നോക്കുക. ഇവിടെ നോക്കി, മൂന്നാമത്തെ കേസിൽ ഇങ്ങോട്ട് 150 ഉണ്ട്, അങ്ങോട്ട് 120 ഉണ്ട്. അപ്പം കൂടുതലായിട്ട് ഒരു എക്സ്ട്രാ 30 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇല്ലേ? അപ്പൊ അവിടെ എന്താണ് സംഭവം? ചലിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങോട്ടാ ഈ ഒരു കേസിൽ, മൂന്നാമത്തെ കേസിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് അത് ചലിക്കുന്നുണ്ട്.
മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്? അല്ല, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ കൊടുത്ത എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്, അസന്തുലിത ബലം എന്ന് പറയും. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ? ചലിക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കാം, ഈ നാലാമത്തെ അഞ്ചാമത്തെ കേസ് നോക്കിയേ. നാലാമത്തെ കേസിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ ഒരു സൈഡിലേക്ക് മാത്രമുള്ള ഫോഴ്സ് കൊടുക്കുന്നു, അതുകൊണ്ട് അത് ചലിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്ത ഫോഴ്സ് ഏതാണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ബാലൻസ്ഡ് ഫോഴ്സ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, രണ്ട് ഡയറക്ഷനിലേക്കും എങ്ങനെയാണ് ഈക്വൽ ഫോഴ്സ്, ഒരേ ഫോഴ്സ് കൊടുത്തത് ബാലൻസ്ഡ് ആവും. അതായത് അവിടെ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണത ബലം എന്ന് വെച്ചാൽ എന്താണ്? 0 ആവും. അപ്പോൾ അവിടെ ചലിക്കുന്നില്ല. അതിന് നമ്മൾ പറയും ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. മനസ്സിലാവുന്നല്ലോ. അപ്പം ഈക്വൽ അല്ലാത്ത, ഒരേപോലെ അല്ലാത്ത ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക് ആ വസ്തു മൂവ് ചെയ്യും, ദിശയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അവിടെ കൊടുത്ത ഫോഴ്സ് അല്ലെങ്കിൽ ബലം ഏതാണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് കേട്ടോ. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിത ബലം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ബലം 0 ആവുകയാണെങ്കിൽ അതെന്താണ്? അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ കൊടുത്തത്, അല്ലെങ്കിൽ സന്തുലിത ബലമാണ് അവിടെ കൊടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ സന്തുലിത ബലം, അസന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും മനസ്സിലാക്കിയിരിക്കുക. നോക്കുക, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ആർ സെറ്റ് ടു ബി ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു വസ്തുവിന്മേലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് എപ്പോഴാണ്? ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 0. ഓർത്തോളോട്ട്, റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 0. സച്ച് ഫോഴ്സസ് ക്യാൻ നൈദർ മൂവ് ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് നോർ ചേഞ്ച് ദ ഡയറക്ഷൻ ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ മോഷൻ. നോക്കുക, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനോ കഴിയില്ല. അതും കൂടെ ഓർത്തോണം. അതായത് ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തു, ഞാൻ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് സെയിം ഫോഴ്സ്, ഇങ്ങോട്ട് സെയിം ഫോഴ്സ് കൊടുത്തു. സന്തുലിത ബലം കൊടുത്തു കഴിയുമ്പോൾ ആ വസ്തു ചലിക്കുവോ? ഇല്ല. അതുപോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് സെയിം ഫോഴ്സ്, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ സെയിം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചലന ദിശയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല കേട്ടോ. അതിന്റെ വേഗത്തിനോ ഒന്നും മാറ്റം വരുത്താൻ ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങോട്ട് ഒരു വസ്തു ഇങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക, 2 ന്യൂട്ടൺ ഫോഴ്സിൽ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ചലന ദിശയ്ക്ക്, ഈ ദിശ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന സാധനം തിരിച്ചിങ്ങോട്ട് പോവോ? ഇല്ല. ചലന ദിശത്തിനോ വേഗത്തിനോ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഓർത്തോളുക, ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലങ്ങൾ. ഇനി the force acting on a body are said to be unbalanced force if the resultant force is not 0. resultant force, പരിണിത ബലം 0 അല്ല. അങ്ങനത്തെ കേസിൽ എന്ത് പറയാം? unbalanced force എന്ന് പറയാം. such forces can either move an object at rest or change the direction or speed of an object in motion. മനസ്സിലായല്ലോ? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനും കഴിയും. മനസ്സിലായല്ലോ? അപ്പൊ അസന്തുലിത ബലം, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഇതിലേക്കൊരു 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ദെൻ ഇങ്ങോട്ട് നമ്മൾ തിരിച്ചൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുവാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ അസന്തുലിത ബലമാണ്. അപ്പം ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യും. 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടാണ് അല്ലെ, അപ്പൊ അത് മൂവ് ചെയ്യും. അതുപോലെ തന്നെ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് നമ്മൾ പിന്നെ ഒരു ഇങ്ങോട്ട് 10 ന്യൂട്ടൺ ഫോഴ്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിലേക്കൊരു പിന്നെ നമ്മളൊരു 5 ന്യൂട്ടൺ ഫോഴ്സും കൂടെ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ സ്പീഡ് കൂടും അല്ലെ. ചലന വേഗം കൂടിയല്ല, ചലനത്തിന് വേഗം കൂടും ഇല്ലേ. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ, ഇപ്പൊ ഈ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തു ചിലപ്പം നേരെ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. മനസ്സിലാവുന്നില്ല? അപ്പം നമ്മളൊരു എക്സ്ട്രാ ഫോഴ്സ്, കൂടുതൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അവിടുത്തെ പരിണിത ബലം 0 അല്ലാത്ത കേസിൽ അതിന്റെ ചലന ദിശയ്ക്ക് മാറ്റം സംഭവിപ്പിക്കാം, അല്ലെങ്കിൽ വേഗത്തിനൊക്കെ മാറ്റം സംഭവിക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കുക. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും കൃത്യമായിട്ട് ഓർത്തണം കേട്ടോ. ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടീഷൻസ് ഓർത്തണം. ബാലൻസ്ഡ് ഫോഴ്സ് ആവുകയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണ്. അൺബാലൻസ്ഡ് ആവുകയാണെങ്കിൽ ഒരിക്കലും 0 ആവുകയില്ല കേട്ടില്ല. അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആ ഒരു സെക്ഷൻ. അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു സെന്റൻസ് ആവശ്യമുള്ളതാണ് കേട്ടോ. അതായത് അസന്തുലിത ബലത്തിന് മാത്രമേ ഉള്ളൂ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും സാധിക്കത്തുള്ളൂ.
മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ ഇരിക്കുക. അപ്പം മനസ്സിലായല്ലോ? അപ്പം ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന് നമ്മൾ ആദ്യത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ബോൾ പിടിക്കുമ്പോൾ വേദനിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ കൈയും ബാക്കിലേക്ക് വലിക്കുന്നതിൻ്റെ റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പഠിച്ചതാണ്. ബാലൻസ്ഡ് ഫോഴ്സ് ആണ് കേട്ടോ. ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അതുപോലെ പരിണിത ബലം, റിസൾട്ടന്റ് ഫോഴ്സ് 0 ആകുന്ന കേസിൽ അവിടെ എന്താണ് ബാലൻസ്ഡ് ആയിരിക്കും, ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് പരിണിത ബലം അല്ലെങ്കിൽ സഫല ബലം എങ്ങനെയാണ്. അപ്പൊ നമ്മൾ ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. കൈ എന്തുകൊണ്ടാണ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈ എന്തുകൊണ്ടാണ് പുറകോട്ട് വലിക്കുന്നതിന്റെ റീസൺ പറഞ്ഞു. പരിണത ബലം ഇല്ലേ, റിസൾട്ടന്റ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ദിശ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സന്തുലിത ബലവും അസന്തുലിത ബലവും കേട്ടോ. അത് ക്ലിയർ ആക്കി പഠിച്ചോളുക. സന്തുലിത ബലം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം 0 ആകുമ്പോഴാണ് സന്തുലിത ബലം വരുന്നത്. അസന്തുലിത ബലം റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം 0 അല്ലാത്ത കേസിൽ അത് മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അസന്തുലിത ബലം സംഭവിക്കുമ്പോഴാണ് അവിടെ വസ്തുവിന് ചലനം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുകയാണ്, ഇത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോടുക. നിങ്ങൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ബാക്കി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസുകളും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് വേർഡുകൾ നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആ വേർഡുകളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നതാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ. ആ രീതിയിൽ പഠിച്ചു പോവുക. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും കൂടെയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എന്ത് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നല്ലോണം പഠിക്കുക. അപ്പം നമുക്ക് ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്